ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് ലൈംഗിക ചോദ്യോടെ സംസാരിക്കും, അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതെ അതെ. ഈ ലൈംഗികത എപ്പോഴൊന്നും നമ്മൾ കണ്ടുപിടിച്ചു. മനുഷ്യൻ ജനിക്കുന്ന തന്നെ ലൈംഗികതയല്ല. പക്ഷെ സിനിമയിൽ അത് സംസാരിച്ചതുകൊണ്ടാണ്. ഏത് സിനിമയിൽ എന്താ ചർച്ച ചെയ്തത്? സിനിമയിൽ മാത്രമാണ് ഇതൊക്കെ ഉള്ളത്. ആണാ ഈ എന്താ ഈ കർണാടക ചിരിപ്പൊട്ടം കളിയാണ്? എല്ലാത്തിന്റെയും പല്ലടിച്ചു കൊഴിക്കും. അടിയോ അടുത്ത പ്രശ്നം ഉണ്ടാക്കലേ. വാ പോവാ പോവാം. ഇത് ഒരുമാതിരി കോത്താഴത്തിലെ ഇടപാടായി പോയല്ലേ. സിനിമയിൽ മാത്രമാണ് ഇതുള്ളത് ആണോ? അല്ല അല്ല, പിന്നെ എന്തെങ്കിലും വീണ്ടും ചോദിക്കണം. നമ്മൾ ചെറുപ്പക്കാർ വീണ്ടും വീണ്ടും ചോദിച്ച് ഇങ്ങനെ നാണം കണ്ടായിരുന്നു. മനസ്സിലായോ? കോടീശ്വരന്മാർ ഇങ്ങനെ ശല്യം ചെയ്യരുത് പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ. അത് സിനിമയിൽ മാത്രമൊന്നുമല്ല, സ്കൂൾ പ്രൊഫഷൻ ഉണ്ട് ഇല്ലേ, എഡ്യൂക്കേറ്റഡ് പ്രൊഫഷണൽ ഇല്ലേ, ചാനൽസിലില്ലേ ഇല്ലേ? വാക്കുകൾ സമർത്ഥമായി ഉപയോഗിച്ചാൽ കൈയടി വീഴും. ഇങ്ങനെ കൈയടിക്കാനായിട്ട് ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? പണിപ്പോളിയല്ലോ, നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞോണ്ടെങ്കിൽ അതൊരു കാര്യം പറഞ്ഞു കേൾക്കത് എന്നാ പിന്നെ രണ്ടാമത് ചോദിക്കാൻ വരില്ല. മനസ്സിലായോ? അത്രയ്ക്കായോ? നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇടഞ്ഞില്ലെങ്കിലോ? കൊല ഇല്ലാത്ത കൊമ്പൻ. പിന്നെ ഈ ഡ്രഗ്സിന്റെ കാര്യം, ഈ ഡ്രഗ്സ് എത്ര കാലമായി കണ്ടുപിടിച്ചിട്ട്? ഈ 30 വയസ്സായ ചെറുപ്പക്കാരാണോ ഈ സാധനം കൊണ്ടുവന്നത്? ലോകത്തിന്റെ ആദ്യം മുതലുള്ള കാലം സാധനങ്ങൾ ആണോടാ? എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? ശരി. പിന്നെന്താ പ്രശ്നം? ആണാ ഷൈൻ അവതരിപ്പിച്ച പത്രപ്രവർത്തകന് ചില പത്രപ്രവർത്തകരുടെ മാനസികമായിട്ട് സാമ്യം. കർത്താവിന് ഓർത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം വിളമ്പി കുട്ടിച്ചോറാക്കല്ലേ. എന്നാലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ? എടാ, ഞാൻ മനുഷ്യൻ, അതിലിരിക്കുന്ന കഥാപാത്രം മനുഷ്യൻ, ഈ പറയുന്ന പത്രപ്രവർത്തകരൊക്കെ മനുഷ്യന്മാര്. പിന്നെ സാദൃശ്യം തോന്നില്ല. ഞാൻ പിന്നെ ദിനോദരാണ്. എന്റെ കുട്ട എവിടുന്നൊക്കെ അടി വരുന്നു, ഓടിക്കോടാ.